ഈ രണ്ട് ആൾ ജാമ്യവും 1 ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവെച്ചാൽ ആ ജാമ്യ വ്യവസ്ഥകൾ എപ്പോൾ പൂർത്തിയാക്കുന്നോ ആ സമയം പൾസർ സുനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും. ഇപ്പോൾ ഈ 1 ലക്ഷം രൂപ കെട്ടിവെക്കാനുള്ള ഒരു സാഹചര്യം പൾസർ സുനിക്കുണ്ടോ, ആൾ ജാമ്യത്തിനുള്ള ആളുകൾ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. 2 ആൾ ജാമ്യവും 1 ലക്ഷം രൂപയും കെട്ടിവെച്ചാൽ 7.5 വർഷത്തിന് ശേഷം നടി ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനി, സുനിൽകുമാർ എന്ന പൾസർ സുനിക്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. ഈ ജാമ്യ വ്യവസ്ഥകൾ പൂർത്തിയാക്കുക എന്നൊരു നടപടി മാത്രമേ ഇനി പൾസർ സുനിക്ക് ജാമ്യം പുറത്തിറങ്ങാൻ ബാക്കിയുള്ളൂ. അത് 1 ലക്ഷം രൂപയും 2 ആൾ ജാമ്യവുമാണ്. ആ നടപടി പൂർത്തിയാക്കിയാൽ പൾസർ സുനിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. ഇപ്പോൾ കോടതിയിലാണ് പൾസർ സുനി ഉള്ളത്. സുനിൽകുമാർ എന്ന പൾസർ സുനി നടി ആക്രമിച്ച കേസിലെ 1-ാം പ്രതി. കൂടി ജാമ്യം ലഭിക്കേണ്ടതുണ്ടായിരുന്നു. കവർച്ചാ കേസിലും ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗിച്ച കേസിലും അതിലും ഇന്ന് ഇപ്പോൾ ജാമ്യം ലഭിച്ചു അല്ലേ അറിയാം? 2 കേസും ജാമ്യം ലഭിക്കാവുന്ന കേസാണ്. അത്തരമൊരു സ്വഭാവമുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പൾസർ സുനിക്ക് ആ കേസുമായി ബന്ധപ്പെട്ട് വലിയ കടമ്പകളൊന്നും കടക്കേണ്ട ഒരു സാഹചര്യമില്ല. പ്രധാനമായും ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിൻ്റെ നടപടിക്രമങ്ങൾ വിചാരണ കോടതിയിൽ പൂർത്തിയാക്കുക എന്നൊരു നടപടിക്രമം മാത്രമേ പൾസർ സുനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ കേസിലാണിപ്പോൾ വിചാരണ കോടതി ഉപാധികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാക്ഷികളെയോ പ്രതികളെയോ ഒരു കാരണവശാലും സ്വാധീനിക്കരുത്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കരുത്, റൂറൽ പോലീസ് പൾസർ സുനിയുടെ സുരക്ഷ ഉറപ്പാക്കണം, ഒപ്പം തന്നെ ഒരു സിം മാത്രമേ ഉപയോഗിക്കാനാകൂ, ആ സിമ്മിന്റെ കൃത്യമായ വിവരങ്ങൾ കോടതിക്ക് മുമ്പാകെ നൽകണം. 2 ആൾ ജാമ്യവും 1 ലക്ഷം രൂപയും കെട്ടിവെച്ചാൽ നടി ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയായ സുനിൽകുമാർ എന്ന പൾസർ സുനിക്ക് ജയിലിന് പുറത്തേക്ക് പോകാൻ കഴിയും. 7.5 വർഷത്തിനു ശേഷം പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തെങ്കിലും കടുത്ത മറ്റു ജാമ്യ വ്യവസ്ഥകളുണ്ട് എന്നതുകൂടി വ്യക്തമാകാനുണ്ട്. കോടതിയുടെ ഉത്തരവിന്റെ പൂർണ്ണരൂപം നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ചാണ് ഇത്തരം ജാമ്യ വ്യവസ്ഥകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് വ്യക്തമാകുന്നത്. നേരത്തെ പോലീസ് പ്രോസിക്യൂഷൻ അടക്കം മുന്നോട്ട് വെച്ചതുപോലെ ദിവസവും പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടേണ്ടതുണ്ട്. പോലീസിന്റെ ഒരു നിരീക്ഷണ വലയത്തിൽ പൾസർ സുനിയെ കൊണ്ടുവരാൻ കഴിയുമോ, അക്കാര്യത്തിൽ കൂടി ഈ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. പക്ഷേ